മന്ന വീഡിയോയിൽ ഫ്രോസൺ മാമ്പഴ പുളിശ്ശേരി. ഗോഡ്സ് ഗ്രേസിൻ്റെ ഇന്നത്തെ മന്ന ഒരൊന്നൊന്നര മന്നയാണ്. അത് പൊളിച്ചു കേട്ടോ. ഇത്രയും സൂപ്പറെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്രതീക്ഷിതമായിട്ട് 2 വിരുന്നുകാർ വന്നു. വെള്ളിയാഴ്ചയല്ലേ എന്നോർത്തൊരു പച്ചക്കറി ചേർന്ന് വിഭവം ഉണ്ടാക്കേണ്ടിയിരുന്നു. ലഞ്ചിന് അവരുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇതിനി എന്താവും ഇതിൻ്റെ അവസ്ഥ എന്നറിയാതെ കുറേ മാങ്ങ ഞാൻ ഇങ്ങനെ ഫ്രോസണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിലിരിക്കുന്നതായി മാങ്ങ. എന്നാൽ ഇവരുടെ അവസ്ഥ ഒന്ന് നോക്കാം, ഇവരുടെ ടേസ്റ്റ് ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചാണ് ഈ കറി ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഇന്ന് വരെ കൂട്ടിട്ടില്ല ഇത്രയും നല്ല മാമ്പഴ പുളിശ്ശേരി. കാരണം ഈ മാങ്ങ നമ്മളതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഫ്രീസ് ചെയ്ത് വെച്ചപ്പോൾ ഇതിനുണ്ടായിരുന്ന ജലാംശം എല്ലാം അങ്ങ് വലിഞ്ഞു. നല്ല മധുരം, സൂപ്പർ മധുരമായി. എനിക്കതിൻ്റെ ടേസ്റ്റ് നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇതുണ്ടാക്കുമ്പം ഇത്രയും പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയ ആ പ്രോസസ്സ് ഒന്ന് എടുത്ത് കാണിച്ചേനെ. അപ്പം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ ടേസ്റ്റ് ഉഗ്രനാണല്ലോ എന്ന്. പക്ഷേ വന്ന വിരുന്നുകാർ അതിനേക്കാളേറെ നന്നായിട്ട് പറഞ്ഞു. അപ്പം ഞാനോർത്ത് എന്നാൽ പിന്നെ അത് എൻ്റെ വ്യൂവേഴ്സിനെ കൂടി അറിയിച്ചേക്കാം. ഞാനിത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ മാങ്ങ എനിക്ക് റോ ആയിട്ട് ഉണ്ടായിരുന്ന സമയത്ത് കൊടുക്കാവുന്ന എല്ലാവർക്കും കൊടുത്തു. പിന്നെ ചിലർക്കൊക്കെ കൊടുക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അവർ സ്ഥലത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ റിലേറ്റീവ്സും എൻ്റെ സ്നേഹിതരും ഒക്കെ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നത്. അപ്പം ഞാൻ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ മനസ്സിലോട്ട് ഒരാളെ കടന്നു കയറി, ഒന്ന് കൊടുത്തേക്കണമെന്ന് വലിയ ആഗ്രഹം. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് കറി വെച്ച് നോക്കാം. അപ്പോൾ അത് കൊടുക്കുന്നത് ഏത് സാധനം ആർക്കെപ്പോൾ കൊടുത്താലും അതിൻ്റെ നല്ല അവസ്ഥയിലായിരിക്കണമല്ലോ കൊടുക്കണം. അതെനിക്ക് കൂടുതൽ നിർബന്ധമുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് എടുത്ത് കറി വെച്ച് നോക്കാനായിട്ട് ഒരവസരം നോക്കിയിരുന്നപ്പോഴാണ് ഈ വിരുന്നുകാർ പെട്ടെന്ന് ചാടി വന്നത്. അവരറിയിച്ചു, പക്ഷേ വേറൊന്നിനും അല്ല, ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. കറി എന്ന് വെച്ചാൽ സൂപ്പർ കറി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറയാം. പക്ഷേ ഇത് അടുത്ത ദിവസം ഞാൻ ഒന്നുകൂടെ ഉണ്ടാക്കും. ഇതിൽ കുറച്ചൊരു 10-20 എണ്ണം നാളെ ഒരാൾക്ക് കൊടുക്കാനുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും ഒരു കറി കൂടെ വെക്കാം. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതും എന്നാൽ ഒത്തിരി ആഗ്രഹിക്കുന്നതും ഈ മാമ്പഴ പുളിശ്ശേരിയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം, കറി എന്ന് പറയുന്ന ഒരാൾക്കായിട്ടാണ് കൊടുക്കുന്നത്. കൊടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതൊക്കെ പിന്നെ പറയാം. ഇത് വെച്ചെന്ന് സിമ്പിളായിട്ടൊന്ന് പറയാം. ഞാനിത് എടുത്ത് സ്വല്പം ഉപ്പും നിറച്ച് കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു ശകലം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചൊരു 8-10 എണ്ണം നന്നായിട്ടങ്ങ് വേവിച്ചു. നന്നായിട്ടങ്ങ് ഉടഞ്ഞത് വെന്ത് നല്ല മധുരമായിരുന്നു. ഒട്ടും ശർക്കരയോ ഒന്നും ചേർക്കേണ്ടി വന്നില്ല. അത് വെന്ത് കഴിഞ്ഞ ഉടനെ തന്നെ നല്ല പച്ചത്തേങ്ങ, ജീരകം, ചുമന്നുള്ളി, സ്വല്പം വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് നന്നായി അരച്ച് ആ ചാറ് ഈ വെന്ത മാങ്ങയിലോട്ട് ചേർത്ത് ഒന്ന് ഇളക്കി. നല്ല കൊഴുത്ത ചാറാണ് കേട്ടോ. ഉണ്ടോ? നല്ല കൊഴുത്ത ചാറാണ്. മാങ്ങയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് വെന്ത് നല്ല യമ്മി ആയിട്ടിരിക്കുന്നല്ലേ. കറിവേപ്പില നന്നായിട്ടിടണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ്. മധുരം ചേർക്കുകയേ വേണ്ട, സൂപ്പർ മധുരമായിരുന്നു. കാരണം ഇതിൻ്റെ വെള്ളം വലിഞ്ഞതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഈ അരപ്പ് പതിയെ ചൂടായി കഴിയുമ്പോൾ കയ്യിൽ ആവി വരുമ്പോൾ നമ്മൾ നിർത്തണമല്ലോ, തേങ്ങ അരച്ച് തിളയ്ക്കാൻ പാടില്ല. അപ്പോഴേക്കും നല്ല തൈര് ഇരിപ്പുണ്ടായിരുന്നു. 1 കപ്പ് തൈരും കൂടെ ഉടച്ച് ഇതിനകത്തോട്ട് ചേർത്തു. അങ്ങനെ നല്ല സൂപ്പറായിട്ടുള്ളൊരു മാമ്പഴ പുളിശ്ശേരി. ഞാൻ ഇന്ന് വരെ ഇത്രയും നന്നായിട്ട് വെച്ചിട്ട് ഒത്തിട്ടില്ല. കാരണം ആ മാങ്ങ ഇതുപോലെ ഫ്രീസ് ചെയ്തപ്പോഴേ അതിൻ്റെ ജലാംശം മുഴുവൻ പറ്റിയിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതുപോലെ മാങ്ങാക്കറി ഉണ്ടാക്കുന്നത് ഇനി ഞാൻ കാണിച്ചു തരാം. ഇപ്പം മാങ്ങാക്കറി ഉണ്ടാക്കിയത് പറഞ്ഞല്ലേ ഉള്ളൂ. കാരണം ഇത്രയും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചെങ്കിൽ ഞാൻ അന്നേരം ഒന്ന് വീഡിയോ എടുത്തേനെ. അപ്പോൾ ഈ മാങ്ങ നാളെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരും ഇത് പറയുന്നുള്ള തീർച്ചയായും. അത്ര ടേസ്റ്റാണ്.